നമസ്കാരം. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ കേസെടുത്തു പോലീസ്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് കൃഷ്ണകുമാർ മുൻപ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജീവനക്കാർ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ പരാതി വ്യാജമെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം. 69 ലക്ഷം രൂപ ജീവനക്കാർ തട്ടിയെടുത്തുവെന്ന് കൃഷ്ണകുമാർ പറയുന്നു. തെറ്റ് സമ്മതിച്ച് ജീവനക്കാർ 8 ലക്ഷം രൂപ തിരിച്ചു നൽകി. ജീവനക്കാരുടെ പരാതി വ്യാജമാണെന്നും ഏതു തരത്തിലുള്ള അന്വേഷണം നേടാൻ തയ്യാറാണെന്നുമാണ് കൃഷ്ണകുമാർ പ്രതികരിച്ചത്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചുവെന്നാണ് എഫ്ഐആർ. കേസിൽ മകൾ ദിയ കൃഷ്ണയും പ്രതിയാണ്. മ്യൂസിയം പോലീസ് 2 കേസുകളാണ് എടുത്തിട്ടുള്ളത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 69 ലക്ഷം രൂപ പ്രതികൾ കവർന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ജി കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരാണ് സാമ്പത്തിക തിരിമറി നടത്തിയത്. QR കോഡ് മാറ്റി 2024 മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിലാണ് 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 3 ജീവനക്കാരിൽ ഒരു ജീവനക്കാരുടെ ഭർത്താവ് ദിയ കൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ചും പരാതി നൽകിയിരുന്നു. ഇതിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നുവെന്ന പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്തതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവ ചുമത്തിയാണ് ജി കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു തീർക്കുന്നതിന് വേണ്ടി ആരോപണ വിധേയരായ വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം മറ്റൊരിടത്തേക്ക് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കൃഷ്ണകുമാറിനെതിരെ ജീവനക്കാർ നൽകിയിരിക്കുന്ന പരാതി. കേസിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിന് നൽകിയ പരാതിയിലാണ് ജീവനക്കാരികളായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരെയും ദിയ കൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയതിന് വിനീതയുടെ ഭർത്താവ് ആദർശനെയും പ്രതികളാക്കി കേസെടുത്തിട്ടുള്ളത്. ദിയ കൃഷ്ണയുടെ കവടിയാറിലുള്ള OBC എന്ന ആഭരണങ്ങളും സാരിയും വിൽക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി കൃഷ്ണകുമാറും ദിയയും രംഗത്ത് വന്നത്. മുൻ ജീവനക്കാരികളായ വിനീത, ജൂലിയസ്, ദിവ്യ, ഫ്രാങ്ക്ലിൻ, രാധു എന്നിവർക്കെതിരെയായിരുന്നു ദിയ പരാതി നൽകിയത്. ആദ്യം ഓൺലൈനായി നടത്തിയിരുന്ന ബിസിനസ് അടുത്തിടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഷോറൂമിലേക്ക് ദിയ മാറ്റുന്നത്. നിലവിൽ ഓൺലൈനായും ഷോറൂം വഴിയും വിൽപ്പന നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നുവെന്ന പരാതി ദിയ കൃഷ്ണ ഉന്നയിക്കുകയായിരുന്നു. കടയിലും ഓൺലൈനിലും കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനറിന് പകരം ആരോപിതരായ ജീവനക്കാരികൾ തങ്ങളുടെ സ്വന്തം നമ്പറുകൾ നൽകിയെന്നാണ് ദിയയുടെ പരാതി. കടയിലെയും ഓൺലൈനിലും നൽകിയിട്ടുള്ള സ്കാനർ വർക്കാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധനങ്ങൾ വാങ്ങിയവരോട് തങ്ങളുടെ നമ്പറുകളിലേക്ക് പണം അയക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നത്. പ്രീമിയം കസ്റ്റമേഴ്സിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത്. ഒരാളിൽ നിന്ന് 50,000 രൂപ വരെ തട്ടിയെടുത്തു. നിരവധി കസ്റ്റമേഴ്സിനെയും തന്നെയും ഇവർ ഇത്തരത്തിൽ പറ്റിച്ചുവെന്നാണ് ദിയ പറയുന്നത്. മുൻ ജീവനക്കാർ യഥാർത്ഥ QR കോഡിന് പകരം സ്വന്തം നമ്പറുകൾ നൽകുന്നുവെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു സ്റ്റോറി ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ നിരവധി പേരാണ് ദിയയ്ക്ക് ഇത്തരത്തിൽ ജീവനക്കാർ പറഞ്ഞത് പ്രകാരം ഇവർ നൽകിയ നമ്പറുകളിലേക്ക് പണം നൽകിയെന്ന് ദിയയെ അറിയിച്ചത്. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ തുടർന്നുള്ള സ്റ്റോറികളും ദിയ പങ്കുവച്ചിരുന്നു. തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ തന്നെ നേരത്തെ രംഗത്ത് വന്നതാണ്. കേസിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ജീവനക്കാരികളുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവയ്ക്കുമെന്നും അന്ന് ദിയ വ്യക്തമാക്കിയിരുന്നു. ഗർഭിണി കൂടിയായ തന്നെ ഈ രീതിയിൽ വഞ്ചിക്കുവാൻ ശ്രമിച്ചത് ഏറെ വേദനിപ്പിച്ചുവെന്നും ദിയ പറഞ്ഞിരുന്നു. വിനീത, ജൂലിയസ്, ദിവ്യ, ഫ്രാങ്ക്ലിൻ എന്നിവരാണ് പ്രധാന കുറ്റവാളികൾ. അവരുടെ മുഖവും മറ്റു വിവരങ്ങളും നാളെ വെളിപ്പെടുത്തും. ഗർഭിണി കൂടിയായ ഒരു സ്ത്രീയാണ് അവർ ഇത്രയും നാൾ പറ്റിച്ചത്. ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് പോലും അവർ ഈ തട്ടിപ്പ് തുടർന്നുവെന്നാണ് ദിയ പറഞ്ഞിരുന്നത്. മുൻപ് തന്റെ സംരംഭത്തിനെതിരെ ഉയർന്ന പരാതികൾക്കെതിരെയും ദിയ രംഗത്ത് വന്നിരുന്നു. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നതെന്നാണ് തെളിവുകൾ നിർത്തിക്കൊണ്ട് ദിയ എന്ന് പ്രതികരിച്ചത്. ഉള്ളതുപോലെ ഞാൻ പറയും. വേറെ ഒരാളെ ദ്രോഹിക്കുവാനായി താല്പര്യമില്ല. അതുകൊണ്ടാണ് അവരുടെ പേര് പോലും ഇവിടെ കാണിക്കാത്തതെന്നാണ് ദിയ പ്രതികരിച്ചിരുന്നത്. ഈ കസ്റ്റമർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിയുള്ള വ്യക്തിയാണ്. വാട്സാപ്പിൽ ഡിസപ്പിയർ മെസ്സേജ് ഓണാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു ഓപ്പണിംഗ് വീഡിയോ നമുക്ക് അയച്ചിരുന്നു. കൊറിയറിന്റെ പിൻവശം ഓപ്പൺ ചെയ്ത് അവർ ഓൾറെഡി ഓപ്പൺ ചെയ്തിരുന്നു. നമുക്ക് അയച്ച വീഡിയോ ആകട്ടെ ഓപ്പൺ ചെയ്ത ഭാഗം മറച്ചുവെച്ചുകൊണ്ട് വീണ്ടും കൊറിയർ തുറക്കുന്നതായിട്ടാണ്. അത് എങ്ങനെയെല്ലാമെന്നാണ് താൻ വ്യക്തമാക്കാം. ഒരുപാട് വ്യാജ പ്രൊഫൈലുകൾ വന്നാൽ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തം വീട്ടിലെ ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്കതിന്റെ വേദന മനസ്സിലാകും. പുള്ളിക്കാരി അയച്ചു തന്ന ഓപ്പണിംഗ് വീഡിയോ കണ്ടപ്പോൾ തന്നെ അത് ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടീം റിജക്റ്റ് ചെയ്തിരുന്നു.
സാറ്റിസ്ഫാക്ഷന് വേണ്ടി സാധനം കവറിനകത്ത് വെച്ച് ഒന്നുകൂടി കട്ട് ചെയ്തു തരാമെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു. ഡിസപ്പിയറിംഗ് ഓൺ ആക്കിയിട്ടുള്ളതിനാൽ ആ ചാറ്റൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെന്നും ദിയ വ്യക്തമാക്കുന്നു. വീണ്ടും ഓപ്പണിംഗ് വീഡിയോ ചോദിച്ചപ്പോൾ നേരത്തെ അയച്ച വീഡിയോ സൂചിപ്പിച്ചുകൊണ്ടുള്ള മറുപടി തന്നെയാണ് തന്നത്. എന്നാൽ ഡിസപ്പിയറിംഗ് ഓൺ ആക്കിയിട്ടതിനാൽ ചാറ്റിൽ നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കില്ല. നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. വീണ്ടും അയക്കുവാൻ പറഞ്ഞെങ്കിലും അയച്ചില്ല. ഇതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ നമ്മളെ വിളിച്ചേക്കുന്ന ഒരുപാട് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ആ കസ്റ്റമറുടെ പേര് ആദ്യമിട്ട് യൂട്യൂബറുടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ വീഡിയോ ഉണ്ടോ എന്ന് അറിയില്ല. നമ്മൾ നിയമപരമായി നീങ്ങിയപ്പോൾ എല്ലാ വീഡിയോയും അവർ പിൻവലിച്ചിട്ടുണ്ട്. അതായത് സത്യമല്ലാത്ത വിവരങ്ങൾ പങ്കുവച്ചതിനെതിരെ നമ്മൾ നിയമപരമായി നീങ്ങിയപ്പോൾ വീഡിയോ ഇവർ ഒഴിവാക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. പേരെന്തായാലും ഞാൻ പറയുന്നില്ല. നമുക്ക് അയച്ചു തന്ന ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇത് തട്ടിപ്പാണ്. ഈ ബിസിനസ് തുടങ്ങിയിട്ട് 3-4 വർഷമായി. ഒരുപാട് ജെനുവിൻ കസ്റ്റമേഴ്സിനെയും ഫേക്ക് കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ചില ഫേക്ക് കസ്റ്റമേഴ്സ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആരെന്തു പറഞ്ഞാലും പൈസ തിരികെ കൊടുത്തിട്ടാണെങ്കിൽ ബിസിനസ് ചെയ്യാതെ വീട്ടിൽ പോയി ഇരുന്നാൽ മതിയെന്ന് അശ്വിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ഇതോടെയാണ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണെന്ന് ഞാൻ ബയോയിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ പരാതി ഉന്നയിച്ച് വ്യക്തിയെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. എന്നാൽ നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജും അവർ കാണുന്നുണ്ട്, മറുപടിയില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്തായാലും പ്രതികരിക്കും. ഞാൻ ഓഫീസിലാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കെതിരെ നമ്മൾ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കെതിരെയും അത്തരത്തിൽ നീങ്ങുമെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രതികരണമില്ലെന്നും ദിയ പറയുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള വീഡിയോകൾ, അതായത് ഈ വീഡിയോ ഒരു റിയാക്ഷനൊക്കെ യൂട്യൂബിൽ നിറഞ്ഞിരുന്നതാണ്. അത്തരത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടന്റ് റിമൂവ് ചെയ്യുവാനായി വീട്ടിലേക്ക് പോലീസിന് വിട്ടുവെന്ന തരത്തിലും ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ദിയയ്ക്കെതിരെ.